എല്ലാവരും സുഖമല്ലേ? ഇന്ന് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ഇഞ്ചിപ്പുളി എന്നും പറയും. തൊടുകറിയായിട്ട് സദ്യക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിഷാണ്. വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 120 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള, അധികം ഫൈബറൊന്നും ഇല്ലാത്ത ഇഞ്ചിയാണ്. പിന്നെ പച്ചമുളക് ഒരു 2-3 എണ്ണം, ചുവന്ന മുളകായാലും സാരില്ല. പിന്നെ കരിവേപ്പില ഒരു സ്പ്രിഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 60 ഗ്രാമോളം വരുന്ന വെല്ലത്തിൻ്റെ കട്ട എടുത്തിട്ടുണ്ട്. ഒരാണി വെല്ലമായിരുന്നു അത്. മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ. ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1/2 ടേബിൾ സ്പൂൺ. പുളി ഒരു 60 ഗ്രാമോളം തന്നെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിൽ കുതിർക്കണം. ഉപ്പ് ആവശ്യത്തിന്. കായം പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി കുറച്ച്. പിന്നെ വറുത്തിടാൻ കടുക്. ഇഞ്ചി ഞാനിന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞും എടുക്കാം. പൊടിയായി അരിഞ്ഞെടുക്കുമ്പം കുറച്ച് കൂടുതൽ നേരം വേവിച്ചെടുക്കണം. വേണ്ടത് പിന്നെ വെളിച്ചെണ്ണയാണ്. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കുന്നുണ്ട്. മൺചട്ടിയിൽ ചെയ്യുമ്പോഴാണ് അത് നല്ല കുറുകി കട്ടിയായി വരിക. ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസൊന്നും കളയരുത്. നമുക്കിനി പുളി പിഴിഞ്ഞെടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇനി കടുക് പൊട്ടിക്കാം. ഇനി അതിലേക്ക് കരിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കടുക് പൊട്ടിച്ചു, കരിവേപ്പില ഇട്ടു, ഇഞ്ചി പച്ചമുളക് ഇട്ട് വഴറ്റി. കുറച്ച് നേരം വഴണ്ടി വരുമ്പോൾ നല്ല സ്മെല്ല് വരും മൂപ്പിക്കുന്ന. പിന്നെ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായംപൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ വളരെ ലോ ഫ്ലെയിമിൽ ചെയ്യാൻ പാടില്ലേ, കരിഞ്ഞു പോകും പൊടിയെല്ലാം. നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആ വെള്ളം ആഡ് ചെയ്യാം. കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെള്ളം ഉരുകി കിട്ടണമല്ലോ. അപ്പം വെള്ളവും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കത് കുറുകാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നിങ്ങൾ എരിവും പുളിക്കും എല്ലാം അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊടുത്തു. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. കുറുകി കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിനി തണുത്ത് കഴിയുമ്പോൾ കൂടുതൽ കുറുകി വരും. മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 1/2 കഷ്ണം വെല്ലം കൂടെ വേവിക്കുമ്പോൾ ഇട്ടോ. ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.